ട്രംപിന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം എന്ന് പറയുന്നത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്നത് ഇതിനവിടെ പ്രഖ്യാപിക്കുക മാത്രമാണ്. അത് ട്രംപിനെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റിയ അങ്ങനെ അദ്ദേഹം പറയും, അങ്ങനെ പ്രഖ്യാപിക്കും. നമുക്കറിയില്ല ഇപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറയുമെന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നാം ടേമിലും രണ്ടാം ടേമിലും വളരെ വിനാശകരമായൊരു ഫലസ്തീൻ പോളിസിയാണ് ട്രംപിനുണ്ടായിരുന്നത്. അത് ഒന്നാം ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു, രണ്ടാം ടൈമിലും അങ്ങനെ തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി അതല്ല, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലൂടെ മാത്രമേ ഈ സംഘർഷം മറികടക്കാൻ കഴിയൂ എന്നെങ്ങാനും ട്രംപ് പറയുമോ? ട്രംപ് എന്ത് പറയുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ നടപ്പാവുമെന്നും അറിയില്ല. കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പായില്ല. അത് അദ്ദേഹം നോക്കി നിൽക്കുകയായിരുന്നു. പേഴ്സണലി ട്രംപിനെ എടുത്തു കഴിഞ്ഞാൽ, അമേരിക്കയുടെ പോളിസിയല്ല, വ്യക്തിപരമായ ട്രംപിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ശുഭ പ്രതീക്ഷിക്കുന്നു സാധ്യതയില്ല. അതല്ല, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പോളിസി അർത്ഥത്തിൽ മാറുകയാണെങ്കിൽ മാത്രമേ ട്രംപിൻ്റെ പ്രതിച്ഛായയ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും. അല്ലാതെ ട്രംപ് ഒരു കാര്യം പ്രഖ്യാപിച്ചു എന്നുകൊണ്ട് അത് നടപ്പാവണമെന്നില്ല. ട്രംപ് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകും. അത് തീരുവായുദ്ധമാണെങ്കിലും മുമ്പുണ്ടായ വെടിനിർത്തലാണെങ്കിലും ട്രംപിന് അതിൽ നിന്ന് പിന്നോട്ട് ഒരു പ്രശ്നവുമില്ല. ട്രംപ് പറയുന്നതിനൊന്നും ട്രംപ് ഉത്തരവാദിയല്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ട്രംപ് ഷൈൻ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ട്രംപ് ഷൈൻ ചെയ്യുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. ട്രംപിൻ്റെ തന്നെ ഡാമേജ് കൺട്രോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവുന്നത്.